ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിലുള്ള ചെറിയൊരു പൊട്ടിയ മാലും ഒരു വളയുണ്ടായിരുന്നു ഒടിഞ്ഞത്. അപ്പോൾ അതെടുത്ത് കൈ പിടിച്ചു. നേരെ ഉണ്ടെങ്കിൽ അത് മാറ്റാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അൽറയിലെ ലുലുവിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള കല്യാൺ ജ്വല്ലറിയിൽ വന്ന് അത് മാറ്റാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വന്നേക്കാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ കയറി വന്നപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈനിലുള്ള കുറേ വലിയ മാലകളൊക്കെ കണ്ടു. കല്യാണങ്ങൾക്കൊക്കെ ഇടാൻ പറ്റിയ മോഡൽ. ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ഇങ്ങനത്തെ മാലകളാണല്ലോ ഇടുന്നത്. ഒരു നെക്ലസും ഒരു ലോങ് ചെയിനും. അത് മാത്രമേ ഇടാറുള്ളൂ. ഒത്തിരി വാരി വലിച്ചൊന്നും ഇടാറില്ലല്ലോ ഇപ്പം. അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. അതാണ് ഭംഗിയും. ഒത്തിരി ഇടണേലും ഇത് നല്ല കട്ടിയുള്ളത് തന്നെയായിരിക്കും. ഈ രണ്ടെണ്ണം ഇട്ടാൽ മതി. കുറേ വാരി വലിച്ചിടുന്നതിന് തുല്യം തന്നെയാണ്. പിന്നെ കണ്ടോ, കുറേ കരിമണിമുത്തിൻ്റെ ഡിസൈൻസുള്ള കുറേ മാലകളുണ്ട്. നോർത്ത് ഇന്ത്യൻസൊക്കെ അധികം ഇങ്ങനത്തെ ഉപയോഗിക്കുക, മംഗൾസൂത്രമൊക്കെ ആയിട്ട് ഉപയോഗിക്കും. ഈ കാണുന്നതെല്ലാം കേരള ഡിസൈൻ. പിന്നെ ഇനി കുറേ വളകളുണ്ടായിരുന്നു. വളകളുടെ പല ടൈപ്പ് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ഉണ്ടായിരുന്നു. വള വാങ്ങാനൊന്നും അല്ലാട്ടോ പോയേക്കണേ, പക്ഷേ കാണുന്നതിന് കുഴപ്പമില്ലല്ലോ. നല്ല ഭംഗിയുള്ള ഡിസൈൻ കണ്ടപ്പോൾ ഞാനതൊക്കെ നോക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സാധനങ്ങൾ വാങ്ങി കേട്ടോ. പിന്നെ ഇതൊക്കെ നോക്കി നിൽക്കണതിൻ്റെ ഇടയ്ക്ക് വീഡിയോയും കൂടിയും പിടിച്ചതാണ്. പഴയ സ്വർണ്ണമൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ കണക്കൊക്കെ നോക്കണല്ലോ. ഈ വള എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ വള മിക്കതും റോസ് ഗോൾഡ്, വൈറ്റ് ഗോൾഡ്, റോഡിയം പ്ലേറ്റഡ് എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അതുമേ കൂടെ പ്ലേറ്റ് ചെയ്യുന്നതാണ് ഈ വൈറ്റ് കളറായിട്ടിരിക്കുന്നത്, മിക്സിങ് ആയിട്ടുള്ളത്. പിന്നെ ഗോൾഡ് തന്നെ ആയിട്ടുള്ള വളകളുണ്ട്. അധികവും കുറേ ഡിസൈൻസൊന്നും ഇല്ലാത്തതും മിക്സിംഗ് ഒന്നും ഇല്ലാത്തത് വാങ്ങണത് നല്ലത്. നമുക്ക് എന്തെങ്കിലും കാര്യത്തിന് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അതിന് നല്ല പൈസ കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഒത്തിരി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുറയ്ക്കും. ഈ സിംഗിൾ മാല കണ്ടോ, ഈ മാല സാരി എടുത്തിട്ട് ഇത് ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ നല്ല പ്രൗഢിയായിരിക്കും. ഇതെല്ലാം ചെട്ടിനാട് ഡിസൈനാണ്. പിന്നെ ഇതൊക്കെ ഉണ്ട് കേട്ടോ, ടെമ്പിൾ മാലകൾ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഡിസൈനുകളും ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം ഇങ്ങനെയാണല്ലോ ഇഷ്ടം. പിന്നെ ലോങ് ചെയിനുകളുടെ കുറേ ഉണ്ട്. ഞാൻ ഇതിൽ നിന്ന് ഒരു ചെറിയ ചെയിനാണ് കേട്ടോ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒത്തിരി വലിയ ഡിസൈനൊന്നും എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ അതേ കുറേ പെൻഡൻറ്റുകളുണ്ട്, ലെറ്റേഴ്സ് റൈറ്റിംഗ് ആയിട്ടുള്ള പെൻഡൻറ്റുകൾ. ഞാൻ ഒരുവിധം എടുത്തു കേട്ടോ. ഞാൻ 2 ചെയിനും 2 പെൻഡൻറ്റും സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പഴയത് തൂക്കി അതിൻ്റെയൊക്കെ മാച്ച് ചെയ്ത് നോക്കണം വെയിറ്റെല്ലാം. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പൈസ എന്തായാലും കൊടുക്കേണ്ടി വരും. പിന്നെ കണ്ടോ മാല. പക്ഷേ ഇത് എന്തിനാണാവോ ഇങ്ങനത്തെ മാലകൾ വെക്കുന്നത്? ഇവിടെ ആരെ കല്യാണം നടത്തണേ? നാട്ടിലേക്കാണെങ്കിൽ 7-7.5 പവനിൽ കൂടുതൽ കൊണ്ടുപോകാനും പറ്റില്ല. അറിയില്ല. എനിവേ കാണാൻ നല്ല ഭംഗിയുണ്ട്. എൻ്റെ സെലക്ഷൻ കഴിഞ്ഞു കേട്ടോ. ഞാൻ ബോൾസ് ഇടയ്ക്കുള്ള ഡിഫറെൻറ്റ് കളറിലുള്ള വൈറ്റും റോസ് ഗോൾഡൊക്കെ ഉള്ള ബോൾസ് ഉള്ള ഒരു മാല എടുത്തു. പിന്നെ ഒരു ഡെയിലി യൂസിന് പറ്റിയൊരു മാല. പിന്നെ 2 പെൻഡൻ്റാണ് കേട്ടോ എടുത്തത്, ക്രോസും പിന്നെ എസ് ലെറ്ററായിട്ടുള്ളത്. അപ്പം ഇനി അതിൻ്റെ വെയിറ്റ് ഇനി ഒന്നും കൂടി ഇവർ കാൽക്കുലേറ്റ് ചെയ്യും. എല്ലാം ഒരു 9.5 മാല 9.5 ഗ്രാമൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ പെൻഡൻറ്റുകൾ പിന്നെയും നെറ്റ് ടൈപ്പ് പെൻഡൻറ്റ് ഉണ്ട് കേട്ടോ. അതധികം എനിക്ക് തോന്നണില്ല, കാരണം അത് അത്ര നല്ലതല്ല. അത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ അഴുക്ക് കയറും. പിന്നെ ലെറ്റർ സിംഗിൾ ലെറ്ററായിട്ട് കിടക്കുന്നതാണ് കൂടുതൽ ഭംഗിയായിട്ട് തോന്നി. ഈ AM ഒക്കെ നല്ല ഭംഗിയുണ്ട്, പക്ഷേ എനിക്കത് കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞാൻ നിങ്ങൾ പ്രത്യേകിച്ച് വേറൊരു സാധനം കാണിച്ച് തരാം കേട്ടോ. എല്ലാവരും നമ്മളിങ്ങനെ സ്വർണ്ണ ബിസ്ക്കറ്റ് എന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി എന്തോ സംസാരിച്ചപ്പോൾ അവരത് കാണിക്കാമെന്ന് പറഞ്ഞു. പേളിൻ്റെ ഇത് കണ്ടോ, അങ്ങനെ കാണിച്ചു കേട്ടോ. 100 ഗ്രാമിൻ്റെ ബിസ്ക്കറ്റാണ് കേട്ടോ. ഞാനത് എടുത്ത് കൈ പിടിച്ചു. നല്ല വെയിറ്റ് ഉണ്ട്. എനിവേ സെലക്ഷനൊക്കെ കഴിഞ്ഞു. ഇനി ബില്ല് അത് പഴയതിൻ്റെയും ഇതിൻ്റെയൊക്കെ കൂട്ടി കുറയ്ക്കലിനൊക്കെ വേണ്ടി അവർ കൊണ്ടുപോയേക്കാണ്. അപ്പോൾ സാഞ്ചേട്ടൻ അങ്ങോട്ട് പോയിട്ട് കണക്കൊക്കെ നോക്കാനായിട്ട്. ഞാൻ പിന്നെ അവിടെ ഇരുന്ന് പിന്നെയും ഈ സ്വർണ്ണമൊക്കെ നോക്കിയിരിക്കുകയാണ്. പിന്നെ ഇന്നത്തെ സ്വർണ്ണത്തിൻ്റെ വില 24.057 ആണ് കേട്ടോ. 22 ക്യാരറ്റിൻ്റെ വില KD. പിന്നെ സെലക്ഷനൊക്കെ കഴിഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞാലും അവർ കണക്കിൽ എന്തെങ്കിലുമൊക്കെ കൂട്ടി കുറച്ച് പഴയ സ്വർണ്ണം കൊടുക്കുമ്പോൾ നമ്മളുടെ എന്തെങ്കിലുമൊക്കെ നല്ല കുറവ് വരുത്തും കേട്ടോ. ഡിസൈൻ അധികം ഇല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും അഴുക്കിൻ്റെ കാര്യമോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുറവ് വരുത്തും. എനിവേ നമുക്ക് നഷ്ടമാണ്, അവർക്ക് ലാഭം. പിന്നെ നമ്മളിത് ഇനി ബില്ലെടുത്ത് നോക്കാണ് കേട്ടോ. ബില്ല് പിന്നെയും നോക്കാണ്. അത് കണക്ക് എത്ര നോക്കിയാലും നമുക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ കണക്കുകളൊക്കെ പറഞ്ഞാൽ അവരത് ശരിയാക്കും. ഇത് എല്ലാ ജ്വല്ലറിയും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരു ജ്വല്ലറിക്കും പ്രത്യേകതയില്ല. ഞാൻ ഇതുവരെ പോയിട്ടുള്ള എല്ലാ ജ്വല്ലറിയിലും ഇങ്ങനെ തന്നെ. പഴയത് മാറ്റി വാങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ കണക്കുകൾ പറഞ്ഞാൽ അവരതിൽ നിന്ന് കുറയ്ക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഫുൾ പൈസ കിട്ടുമെന്ന് പറയും, എന്നിട്ട് പിന്നെ കുറയ്ക്കും. കണ്ടോ 3 ഐറ്റം ആട്ടോ ഞാൻ വാങ്ങിയത്. പിന്നെ എല്ലാം കഴിഞ്ഞു, ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. പിന്നെ നമ്മുടെ പെണ്ണുങ്ങളുടെ എല്ലാ സ്വഭാവമുള്ള വീട്ടിൽ ചെന്നാലും ആ കവർ ഒന്നും കൂടി പൊട്ടിച്ച് നോക്കണം. അത് ഡ്രസ്സായാലും സ്വർണ്ണമായാലും ഒന്നും കൂടി വെക്കുകയും ഇട്ടൊക്കെ നോക്കിയാലേ സമാധാനമുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് തുറന്ന് നോക്കാണ് കേട്ടോ. ഇതാണ് കേട്ടോ മാല.
ബോൾസ് ഉള്ള മാല ഇതാണ്. പിന്നെ അത് പെട്ടെന്ന് പൊട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഇത് ഡെയിലി യൂസിന് പറ്റിയൊരു ചെയിൻ. ഇതൊന്നും വലിയ നീളമുള്ളതൊന്നുമല്ല കേട്ടോ, ഷോർട്ടാണ്. അത് കണ്ടോ, എസ് എന്ന് എഴുതിയ ഒരു പെൻഡൻറ്റ്. ഇത് രണ്ടും 2 ഗ്രാമിൽ